ഇന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇതാ അടിപൊളി ഒരു ചായക്കടിയാണ് കേട്ടോ. നല്ല മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ ഇതാ ചെയ്തു നോക്കിക്കോളൂ, അടിപൊളിയാണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്ത് കണ്ടാലോ? അതിനുമ്പ് എന്നും പറയുന്ന പോലെ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നേരെ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. അപ്പൊ ഞാനിവിടെ ഏകദേശം ഒരു 350 ഗ്രാമോളം മൈദാമാവ് എടുത്തിട്ടുണ്ട്. നമുക്ക് നിന്ന് കുഴച്ചെടുക്കണം. അതിനാദ്യം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കുക. ഈ പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നമുക്കൊന്ന് കുഴയ്ക്കാം. പത്തിരിക്ക് കുഴയ്ക്കാൻ നൽകി നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ മാവ് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ സമയം കൊണ്ട് നമുക്കൊന്ന് തേങ്ങ വറുത്തെടുക്കാറുണ്ട്. അതിൽ പാൻ വെച്ച് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കും. നെയ്യായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ വെളിച്ചെണ്ണയ്ക്കകത്ത് ചെയ്തെടുക്കാം. ഇനി നമുക്കതിനകത്ത് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം, കുറച്ച് കിസ്മിസ്, ഇനി ഇതിനകത്ത് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കും. ഇനി നമുക്കൊരു 4 ഏലക്ക പൊട്ടിച്ച് അതിട്ട് ഇട്ട് കൊടുക്കും. വറുത്തെടുക്കണം. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര മാത്രം ഇട്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് മാറ്റാം. ഇപ്പൊ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. മാവൊക്കെ നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ചെറിയ ഉരുളാക്കി എടുക്കാം. എത്ര വലിപ്പം വേണോ അതനുസരിച്ച് എടുത്താൽ മതി. ഞാൻ ഇപ്പൊ ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത്. ഇതാണ് മൊത്തത്തിൽ ഉരുളാക്കി. നമ്മൾ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. നമുക്ക് ഇതിനകത്ത് വെച്ചാണ് പരത്തേണ്ടത്. ഇതിനകത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ തേച്ച് പിടിപ്പിക്കാം. നമ്മൾ ആ ബോൾ എടുത്ത് വെച്ചിട്ട് കുറച്ച് കയ്യിൽ എണ്ണയും കൂടെ തേച്ചിട്ട് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. എത്ര നൈസാക്കാൻ പറ്റുമോ അത്ര രീതിയിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുക. കുറച്ച് എണ്ണ നമ്മൾ തേച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിട്ടൊന്ന് പൊള്ളിച്ചെടുക്കണം. മേളിൽ കുറച്ച് എണ്ണയും കൂടെ നമുക്ക് തേച്ച് കൊടുക്കാം. നമുക്ക് ഇടയ്ക്ക് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് പൊള്ളിച്ചെടുക്കണം. കുറച്ച് ഓയിൽ തേച്ചു തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം നമുക്ക്. ഇനി ഈ സൈഡ് സെന്റർ ഉണ്ടല്ലോ, സെന്റർ ഭാഗം നമുക്കിങ്ങനെ കുറച്ച് ഇറങ്ങി ഒന്ന് പിടിച്ച് ഒന്ന് വേവിച്ചു. അപ്പോൾ നമുക്ക് എല്ലാം ഇതേപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ കൂട്ടുകാരേതാ മൊത്തത്തിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തു നോക്കും. നല്ല മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. ചായക്ക് കൂടെ ആയാലും എന്തോത്തിന്റെ കൂടെ ആയാലും കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് സംഭവം. ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ലോ കൂട്ടുകാരെ.